ചായപ്പൊടിയും പഞ്ചസാരയും വേണമല്ലോ. ചായപ്പൊടിയും പഞ്ചസാരയും ഇതാണ് ഈ അടുക്കളയുടെ കുഴപ്പം. എവിടെയാണ് പഞ്ചസാരയും ചായപ്പൊടിയും ഒന്നും മനസ്സിലാകത്തുമില്ല. എന്താ മോനെ തരയുന്നേ? അമ്മമ്മ, ഞാനേ ഒരു ചായ ഇടാന്ന് വിചാരിച്ചു. അയ്യോ, ഞങ്ങളോട് പറഞ്ഞാ പോരാ, ഞങ്ങൾ ഇട്ട് തരത്തില്ലയോ? അല്ല, അത് കുഴപ്പമില്ല, ഞാൻ തന്നെ ചായ ഇട്ടോളാം. മോൻ ഇങ്ങോട്ട് മാറ്, ഞാൻ ഇട്ട് തരാം. അല്ലല്ല, ഞാൻ തന്നെ ഇട്ടോളാന്ന്. എന്റെ വെള്ളം തിളക്കി നോക്കളെ, മക്കൾ ഇങ്ങോട്ട് മാറ്. അതാ പറഞ്ഞ വെള്ളം തിളക്കുന്നത്. എനിക്ക് ചായപ്പൊടിയും പഞ്ചസാര എവിടെ ഇരിക്കുന്ന അറിയത്തില്ല. അമ്മമ്മ ഒന്ന് കാണിച്ചു തരോ? മോനൊരു കാര്യം ചെയ്യ്, അപ്പുറത്ത് ചെന്നിരിക്കും, ചായ ഇട്ട് അമ്മൂമ്മ അങ്ങോട്ട് കൊണ്ടുതരാം. എന്നമ്മാ സിദ്ധുവിന് ചായ വേണോന്ന്? ഞാൻ ചായ ഇട്ടോണ്ടിരിക്കുക. വേണ്ട സിദ്ധു. അല്ല, എന്റെ ഈ വെള്ളം തിളച്ചോണ്ടിരിക്കുക. എനിക്ക് പഞ്ചസാരയും മറ്റേ ചായപ്പൊടി എവിടെയാണെന്ന് കാണിച്ചു തന്നാൽ മാത്രം മതി. വേണ്ട, ഞാൻ ഇട്ട് തരാം. അല്ലെന്നേ, ദുബായിൽ ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചായക്ക് ഇട്ട് കുടിക്കാറ്. അപ്പൊ എനിക്ക് ഇവിടെ വന്നപ്പോ ഒറ്റയ്ക്ക് ചായ ഉണ്ടാക്കി കുടിക്കാൻ ഒരു മൂഡ്. അതിനിപ്പം മോൻ ദുബായിലല്ലോ, ഇവിടെ അല്ലേ? എന്നാലും ഒറ്റയ്ക്ക് ഉണ്ടാക്കാനുള്ള ഒരു കൗതുകം. എന്നാ പിന്നെ ഇങ്ങോട്ട് മാറി, ഞാൻ എടുത്തു തരാം. ഓക്കെ. എവിടെ കൊണ്ട് വെച്ചേക്കുന്നത്? ചായപ്പൊടി, പഞ്ചസാര, ബാക്കി എല്ലായിടത്തും തപ്പി. ഇതെന്തെന്നറിയോ? കേശുവിനെ പേടിച്ച് ഒളിപ്പിച്ചു വെച്ചേക്കോ, ഇല്ലോ വാരി തിന്നും. ഇതും അയ്യേ. ഓക്കെ, ദുബായിൽ ഞാൻ കിടലായിട്ട് ചായയൊക്കെ ഇടും. സിദ്ധു ചായ ആയോ? ഇപ്പൊ സെറ്റോ. ഇപ്പൊ മോനല്ലായിരുന്നോ ചായ? അല്ല, എനിക്കാ. എന്നാ രാത്രി സിദ്ധു പറഞ്ഞ് രാവിലെ ചായ ഇട്ട് തരാം. അയ്യോ, എന്നാ പിന്നെ പറഞ്ഞാ പോരായിരുന്നോ എന്റെ കൈ കൊണ്ട് തന്നെ ലച്ചുവിന് ചായ ഇട്ട് കൊടുക്കണമെന്ന്? അത് പിന്നെ അപ്പൊ നീ എന്താ പറഞ്ഞേ? എനിക്ക് ചായ കുടിക്കാനോ? അത് ഭാര്യക്ക് ചായ ഇട്ട് കൊടുക്കാന്ന് പറഞ്ഞ നാണക്കേടാ? അങ്ങനൊന്നുമില്ല. ഈഗോ അല്ലേ? ഈഗോ ഒന്നുമല്ല. അമ്മമ്മ, എനിക്ക് സ്പൂൺ ഒന്ന് തരൂ, പറ്റിയ ഒരു ഗ്ലാസ്. ഒരു കപ്പെടുക്ക. സാധനങ്ങളൊക്കെ അവിടെ അതൊക്കെ മാറ്റി വെച്ചു. അത് ശരി. ലച്ചൂസിന് എന്റെ വക സ്പെഷ്യൽ കട്ടൻ ചായ. കുടിച്ചിട്ട് നോക്കാം സ്പെഷ്യൽ ആണോ അല്ലയോന്നൊക്കെ. കുടിച്ചു നോക്കിക്കോ. അരിച്ചില്ലല്ലോ. അതിന്റെ അടിയിലാണല്ലോ അരിച്ചതിന്റെ സാധനം ഉള്ളേ. കുഴപ്പമില്ല, കുടിക്കാവുന്ന. ചൂട് എങ്ങനെയുണ്ട്? കൊള്ളത്തില്ല. കൊള്ളത്തില്ല. കൊള്ളത്തില്ലേ? നല്ല ചായ. കുറച്ചും കൂടെ ബെറ്റർ ആക്കാനുണ്ട്. അത് ഇട്ടിട്ട് ശരിയായിക്കോളും. ഓക്കെ. കൊറേ നേരം കൊണ്ട് കാക്ക ഇരുന്ന് കരയുന്നു. ഇന്ന് ആരോ ഇവിടെ വിരുന്നുകാര് വരുന്നുണ്ട്. വിരുന്നുകാരാ? വിരുന്നുകാരി വരട്ടെ, അത് നല്ലതല്ലേ അമ്മൂമ്മ? அப்படின்னா ஸ்பெஷல் ഉണ്ടാക്കணுமா? വേണ്ട, ഒന്നും വേണ്ട. ഭവാനി. ഹായ് അപ്പൂപ്പൻ. അപ്പൂപ്പ കാണുമ്പോൾ അപ്പൂപ്പ എന്നുള്ള വിളി മാത്രമേ ഉള്ളൂ. നീ എന്തോടാ പെട്ടെന്ന്? അല്ല, ഞാൻ പോയേക്കാം. അമ്മൂമ്മ, അപ്പൂപ്പൻ കലിപ്പിലാന്ന് തോന്നുന്നു. ആണോ ശങ്കര? എനിക്ക് കലിപ്പൊന്നുമില്ല, സങ്കടമേ ഉള്ളൂ. என்ன மாமா, வீட்ல ஏதா பிரச்சனையா? വീട്ടിൽ പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ തീർത്തോളാം. നെച്ചു അവിടെ. അവൾ ഇവിടെ ഉണ്ടായിരുന്നു. എന്താ കാര്യം പറ. ഓ, അവക്കിപ്പം എന്നെ ഒന്നും വേണ്ടല്ലോ അപ്പൂപ്പനെയൊന്നും. என்ன மாமா அது? அப்படியெல்லாம் சொல்லக்கூடாது மாமா. പിന്നെ ഞാൻ എപ്പടി ചൊല്ലണം? ഞാൻ ആരും അപ്പൂപ്പനല്ല. അപ്പൂപ്പനല്ലേ? അപ്പൂപ്പനല്ല. എന്നാ ചേട്ടൻ പറ, എന്തൊക്കെയുണ്ട് വിശേഷം? ചേട്ടനാ?
അപ്പൂപ്പൻ. ആണല്ലോ, അപ്പൊ അപ്പൂപ്പനാണല്ലോ. ആ അത് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ അപ്പൂപ്പനാണെന്ന്. ഈ വീട്ടിൽ നല്ലൊരു കാര്യം നടന്നപ്പോ നീ എന്നെ വിളിച്ചറിയിച്ച. അതിനിവിടെ നല്ല കാര്യമൊന്നും നടന്നില്ലല്ലോ ശങ്കര. അത് തന്നെ, ഇവിടെ നല്ല കാര്യമൊന്നും നടന്നില്ലല്ലോ. നല്ല കാര്യം നടന്നില്ലേ, പിന്നെ സിദ്ധു വന്നതാ. ആ അത് നല്ല കാര്യം. ആ അത് ഞാൻ ഫാമിലി ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ മെസ്സേജും കിച്ചേതൊക്കെ നോക്കാൻ എനിക്കറിയാമോ? എന്നെ വിളിച്ചു പറഞ്ഞൂടെ എനിക്ക്? അതായിരുന്നല്ലോ ഇത്ര കലിപ്പ്. അപ്പൂപ്പ ക്ഷമിക്കാം അപ്പൂപ്പ, ഒരു അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്ക്. ഞാൻ സിദ്ധുവിനെ വിളിക്കാം. ആരെയും വിളിക്കണ്ട, ഞാൻ 2 വാക്ക് സംസാരിക്കാമെന്നാണ്. സംസാരിച്ച് ഞാൻ പോവും. ആ അപ്പൂപ്പ അങ്ങനെ അങ്ങ് പോവല്ലേ? അപ്പൂപ്പ നമസ്കാരം. ഇത് എപ്പോ എത്തി? ഇതാര്? ലച്ചൂസേ, അപ്പൂപ്പൻ എന്നെ മനസ്സിലായില്ലേ? അതൊക്കെ മനസ്സിലായി, നമ്പറാ. ഈ അപ്പൂപ്പന്റെ ഓരോ കാര്യം ഇങ്ങോട്ട് വന്നേ, കെട്ടിപ്പിടിക്കട്ടെ ഞാൻ. അപ്പൂപ്പ പിന്നെ വിശേഷങ്ങളൊക്കെ പറഞ്ഞേ, എന്നാ ഉണ്ട്? ലച്ചൂസേ, ഞാൻ ഇന്നലെ രാവിലെ നിന്റെ അടുത്ത് പറഞ്ഞല്ലായിരുന്നോ അപ്പൂപ്പൻ ഇന്ന് നമ്മളെ കാണാൻ വേണ്ടി വരുമെന്ന്? അപ്പൂപ്പൻ വന്നു. അപ്പൂപ്പ ഞാൻ ഇന്നലെ പറഞ്ഞോളൂ അപ്പൂപ്പൻ ഇന്ന് വരുമെന്ന്. കഞ്ഞി മക്കളെ അവൻ പറഞ്ഞ? ആ ശരി, അവൻ പറഞ്ഞായിരുന്നു അപ്പൂപ്പൻ ഇന്ന് വരുമെന്ന്. എനിക്കറിയാം മക്കളെ, നീ നമ്മളാ ക്ഷമിക്കണല്ലേ. മക്കളെ അങ്ങോട്ട് വാ, ഒരു കാര്യം പറയും. പിന്നെ ഗൾഫിൽ പോലുള്ള കൂട്ടുകാർക്കൊക്കെ സുഖം തന്നെ? എല്ലാവർക്കും സുഖം അപ്പൂപ്പ, എല്ലാവർക്കും സുഖം. അവിടെ എങ്ങനെ മണ്ണാത മരുഭൂമിയാ? മൊത്തം മരുഭൂമിയും ചൂടും. ചൂടുകൊണ്ടല്ലേ? ഗൾഫിൽ നിന്ന് സാധനമൊന്നും കൊണ്ടുവന്നില്ലേ? പിന്നെ കൊണ്ടുവരാതിരിക്കുമോ? പിന്നെ ഏത്? അല്ല അപ്പൂപ്പ ഞാനേ അർജന്റായിട്ടൊന്ന് പുറത്തു പോവാം. പുറത്തു പോയിട്ട് വന്നിട്ട് സെറ്റ് ചെയ്യാം. തന്നിട്ട് പോടാ. അപ്പൂപ്പ ഞാനിപ്പോ വരുമെന്ന്. അപ്പൂപ്പ ഒരു കള്ളം തന്നെ. പോയിട്ട് വരാം. ഓക്കെ, അന്ന് പോയിട്ട് പെട്ടെന്ന് വരണം. പെട്ടെന്ന് വരുമെന്ന്. ഞാൻ പോയിട്ട് വരാം. ആ മക്കൾക്ക് അപ്പൂപ്പനെ കണ്ടിട്ട് ഒരു മൈൻഡും ഇല്ലല്ലേ? ഞാൻ ആദ്യം ഓടി വന്നല്ല, അപ്പ എന്നെ തട്ടി വിട്ടില്ലേ? എന്റെ പൊന്നു മക്കളെ, അപ്പൊ ദേഷ്യത്തിലല്ലേ ഇവിടെ നിന്നത്? കഴിക്കാനൊന്നുമില്ലേ? இருக்கு மாமா, எல்லாமே இருக்கு. അപ്പൊ മറ്റേത് എടുത്ത് വായി, ഞാനാ പറഞ്ഞേ. இப்பவே எடுத்து தரேன். മക്കളെ ഓ ഇന്നൊരു ദോശ ഏതാ? ഇന്നെന്താ ആന്റി? പോയ ഇന്നെന്താ? ദോശ ദോശ. ശരി ശരി, പിന്നെ കഴിച്ചിട്ട് വരാം. മക്കൾ വാ, നമുക്ക് ദോശ കഴിക്കാൻ പോണ്ടേ? എവിടെ പോയത്? ഇപ്പൊ വരാന്ന് പറഞ്ഞല്ലേ പോയത്? പിന്നെ കണ്ടൂല്ലല്ലേ? എന്താ അപ്പൂപ്പ? സിദ്ധു വിളിച്ചിരുന്ന വരൂലെന്നല്ലോ പറഞ്ഞ? സിദ്ധു വിളിച്ചൊന്നുമില്ല, നേരത്തെ വരാതും പറഞ്ഞിട്ടല്ലേ പോയത്. അത് കഴിഞ്ഞ എന്ത്? മക്കളൊന്നും ഒരു കാര്യം ചെയ്യൂ, എന്താ? ഇന്ന് വിളിച്ചു നോക്കൂ, എവിടെ നിൽക്കുന്നറിയാമല്ലോ. അതിന് വിളിക്കണെന്തിനാ? അവനിങ്ങ് വന്നോളും. ശരി, എൻ്റെ അടുത്ത് വരുമെന്നാണ് പറഞ്ഞത്. എങ്കിലും എന്തു പറ്റി? അല്ല, ഒന്ന് വിളിച്ചു നോക്കു മക്കളെ, എന്തിനാണെന്ന് അറിയാമല്ലോ. ഇപ്പം വരുമോ ഇല്ലേ എന്നുള്ളത്. അവൻ വരില്ലേ, അവനിപ്പോ പോയല്ലേ ഉള്ളൂ. മോളെ സിദ്ധുമോൻ എപ്പോ വരും? ആ വരുമ്പോഴേ കുറച്ച് മുട്ടയും കൂടെ മേടിച്ചോണ്ട് വരാൻ പറയണേ. അതൊന്നും മാറ്റാൻ സമയമൊന്നും കിട്ടൂല. മുട്ട വാങ്ങിച്ചോണ്ടിരിക്കും, അവൻ ഇവിടെ വരാൻ നോക്കല്ലേ. മുട്ട മേടിക്കാൻ സമയമില്ലെന്ന് നീ എന്തോ പറയുന്നേ? നിനക്ക് അടുക്കളയിൽ വേറെ പണിയൊന്നുമില്ല. ഈ ഒരു കാര്യം ചെയ്യ്, എനിക്ക് ചൂട് വെള്ളം ചൂടാക്കി കൊണ്ടുപോവാ. പിന്നെ ചൂടുവെള്ളം അങ്ങോട്ട് വരാമെങ്കിൽ തരാം. ഞാൻ സിദ്ധുവിന് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നീ പോ, വിളിച്ചാ. അല്ല, ഞാൻ മുട്ടയുടെ കാര്യം മെസ്സേജ് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ, വിളിച്ചൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്, അങ്ങോട്ട് വരാമെങ്കിൽ വെള്ളം തരാം, ഇങ്ങോട്ട് കൊണ്ട തരത്തില്ല. അങ്ങോട്ട് വരാം, നീ പോ. പോടി ആ അങ്ങോട്ട്. മക്കൾ മെസ്സേജ് അയച്ചാ വരാൻ വേണ്ടിയിട്ട്. വരാൻ വേണ്ടല്ലോ, മുട്ടയും മേടിച്ചോണ്ട് വരാൻ വേണ്ടിട്ട്. ഒന്ന് വിളിച്ച് തോയത് മക്കളെ, എവിടെ നിൽക്കുന്ന എന്തരാണെന്ന് തോയത്. എന്താണ് സിദ്ധുവിനെ കാണാൻ ഇത്ര തിടുക്കം? മക്കളെ, ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞേ, സാധനം കൊണ്ടുവന്ന സാധനം അവിടെ പെട്ടിയിലിരിക്കുന്നു. അത് എനിക്ക് വേണ്ടി കൊണ്ടുവന്നാണ്. അത് എന്തിനെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒപ്രാളം.
അപ്പൂപ്പ പുറത്തു വാ. ഞാൻ വരണമൊന്നുമില്ല മക്കൾ പോ. അപ്പൂപ്പ കുപ്പി അന്വേഷിച്ചുള്ള പരക്കമ്പാച്ചിലാണെങ്കിലേ അതൊന്നും ഇല്ല. ആ അതില്ലേ അവൻ പറഞ്ഞല്ലേ എനിക്ക് സെറ്റാക്കി തരാൻ പറഞ്ഞല്ലേ. ആഹാ അത് അപ്പൂപ്പ നോക്കിയിരിക്കത്തേ ഉള്ളൂ. ദേ സിദ്ധു, ആ സിദ്ധു, ആ ബാഗില്ല. അത് ശരി, അതപ്പോ കൊടുക്കാനുള്ളതായിരുന്നാ? ആ അതിനടുത്ത് വെക്കാം. ശരി പോരാവേ. അവനോട് എന്തേലും പറഞ്ഞത്? എന്തോ ഒരു സാധനം എടുത്ത് വെക്കാൻ. സാധനം എടുത്ത് വയ്ക്കാനാ? എന്തൊരു സാധനം? അതെനിക്കറിയത്തില്ല. അല്ലെങ്കിൽ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് എന്തോ ഒരു സാധനം ആർക്കെങ്കിലും കൊടുക്കാനായിരിക്കും. ആ? അയ്യോ, എനിക്ക് തരാനുള്ള സാധനം ആർക്കെങ്കിലും കൊടുക്കാനാണ്. അയ്യോ, சங்கர மாமா ஒண்ணுமில்ல ஒண்ணுமில்ல. ஒண்ணும் இல்லையா மாமா? நீங்க சுடு தண்ணி கேட்டீங்கல்ல? ஓ தா சுடு தண்ணி. சுடு தண்ணி வேண்டாம், தணுத்த தண்ணி போதும். தணுத்த தண்ணி ஜெக்கு இருக்கிறியாங்க, அதுல கொண்டு வா. கிளாஸ் கூட எடுத்துக்கோ. ஓ கிளாஸ் புரிஞ்சது. பிரியா ഒന്നല്ല സാധനം ഇത് ഇരിപ്പുണ്ട്. പെട്ടി. പെട്ടി എവിടെ? ലച്ചു, ലച്ചു സേ ഒന്നിങ്ങ് വന്നേ. എന്താ? ആ എടി, എന്റെ പെട്ടി കണ്ടായിരുന്നോ? പെട്ടിയോ? ആ പെട്ടി ഇവിടെ ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പൊ കാണുന്നില്ല. ആ പെട്ടി ഞാനാ എടുത്ത് കട്ടിന്റെ മുകളിൽ വെച്ചത്. എന്നിട്ട് അതെവിടെ? അതെവിടെ? അമ്മമ്മ, ലച്ചൂസ് എനിക്ക് വൈകിട്ട് ഷാൻഡോയ്ക്ക് സാധനം എടുത്ത് കൊടുക്കാനുള്ള. ഷാൻഡോയുടെ സാധന? ആ. ആ പെർഫ്യൂം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പെർഫ്യൂമോ? അതിന് പെർഫ്യൂം അല്ലല്ലോ ഞാൻ ഷാൻഡോയ്ക്ക് കൊടുക്കുന്നേ. അല്ലല്ല, പെട്ടി എവിടെ? പെട്ടി ചിലപ്പോ അമ്മമ്മ. അമ്മമ്മ, ഈ കട്ടിന്റെ മുകളിൽ ഒരു പെട്ടി ഉണ്ടായിരുന്നു, കണ്ടായിരുന്നോ? നിന്റെ പെട്ടി എന്താന്ന് ഞങ്ങളോടാണ് ചോദിക്കുന്നേ? അപ്പൊ പിന്നെ പെട്ടി എളുപ്പമില്ലേ? അത് തന്നെയല്ലേ ഞാനും ചോദിക്കുന്നത്, പെട്ടി എവിടെ? ആ പെട്ടി കേട്ടിട്ടില്ലയോ? நான் பார்க்கலம்மா, அதான் சொன்னேன். ഞാൻ കുറച്ച് മുന്നേ കട്ടിന്റെ അടിയിലുണ്ടായിരുന്ന പെട്ടിയാ, അതിനടുത്ത് ഈ കട്ടിന്റെ മുകളിൽ വെച്ചതാ.
വേറൊന്നും അല്ലെന്നേ, പെട്ടിക്കകത്തൊരു ബോക്സ് ഉണ്ട്, അത് ഇന്ന് ഷാൻഡോയ്ക്ക് കൊടുക്കണ്ടതാ. അയ്യോ, നീ കള്ളന്മാര് വല്ലോ കഥമൊക്കെ തുറന്നു കിടക്കുമായിരുന്നു. കഥമൊക്കെ തുറന്നിട്ടേക്കുവായിരുന്നാ? ഒരു ശ്രദ്ധയില്ലല്ലോ ഇപ്പൊ വരെ വരെ. അല്ല, നിന്റെ കാര്യം നീയല്ലേ ശ്രദ്ധിക്കണ്ടെന്നേ. അതും ശരിയാണല്ലോ. അളിയാ, അളിയന്റെ കയ്യിൽ വേറൊരു പെട്ടി ഉണ്ടെങ്കിൽ അതെടുത്ത് കൊടുക്ക്. அது ரொம்ப நல்ல ஐடியா. ആന്റി, എന്നാലും പെട്ടി എവിടെ പോയി? അപ്പൂപ്പനെവിടെ? ഇവിടെ കണ്ട് കാണണം. സിദ്ധു, നീ അപ്പൂപ്പന് കുപ്പി വല്ലതും ഓഫർ ചെയ്തായിരുന്നോ? ഇല്ലല്ലോ. അല്ല, അപ്പൂപ്പൻ എന്റെ അടുത്ത് നേരത്തെ പറഞ്ഞു നീ എന്തോ സാധനം സെറ്റ് ചെയ്ത് കൊടുക്കാവുന്ന. ഞാൻ കുപ്പിയുടെ കാര്യം മിണ്ടിട്ട് പോലും ഇല്ല, സത്യം. இந்த பாரு, கொஞ்சம் முன்னாடி நான் இங்க வந்தப்போ இங்க ஒரு பெட்டி இருந்தது. அதுக்கு பக்கத்துல சங்கர மாமா இருந்தாரு. അങ്ങനെ പറ. ഒരു മിനിറ്റ്. ഇതാ ഇത് ഇതല്ല, ഇതല്ല. ഇതൊന്നും അല്ല. കുപ്പി എവിടെ വച്ചേക്കുന്നു? ഇത് എന്താ സാധനം? ഇത് 2 പകലേ വരൂ. ഇവന് ഒരു പുള്ളെടുത്തോണ്ട് വന്നൂടെ? 2 പകെങ്കിൽ 2 പക് അവിടെ ഇരിക്കും. ഇതെങ്ങനെ പൊട്ടിക്കുന്നത്? പെട്ടി എന്തെങ്കിലും കാണിക്കണേ. അപ്പൂപ്പ, ഇതെന്തോന്നത്? ഇത് സിദ്ധുമായി എനിക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ഗൾഫിൽ. അപ്പൂപ്പ, ഇത് അതല്ല. ഇത് സിദ്ധുവിന്റെ കൂട്ടുകാരന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്നതാ. എന്നാ പറ്റിക്കണ്ട, എനിക്ക് സാധനം കണ്ട് അറിഞ്ഞൂടെ? ഇതാ സിദ്ധുമായി എനിക്ക് വേണ്ടി കൊണ്ടുവന്നത്. ഇത് ഞാക്കും കൂടി അതിങ്ങ് തന്നെ. എന്തിന്? ഇങ്ങത്താ. എന്തിനാ? ഞാൻ പറഞ്ഞില്ല സിദ്ധുവിന്റെ കൂട്ടുകാരന് കൊടുക്കാൻ കൊണ്ടുവന്നാന്ന്. അങ്ങനെ കൊടുക്കാൻ നോക്കൂലത്. എനിക്ക് കൊണ്ടുവന്ന സാധനത്തിന്. അപ്പൂപ്പ, ഇത് മദ്യം അല്ല. ആര് പറഞ്ഞു? ഇങ്ങത്താ, ഞാൻ കാണിച്ചു തരാം. മണത്തി നോക്കിയേ. മക്കളാ, ഗൾഫിലെ സാധനമൊക്കെ നല്ല സുഗന്ധമായിരിക്കും. ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് മക്കളാ. എന്റെ അപ്പൂപ്പ, ഇത് ഞാൻ പറഞ്ഞല്ലേ, ഇത് മറ്റേ പെർഫ്യൂമാണ്. അത്തറില്ലേ, ഊത്, അതുപോലത്തെ സാധനമാണ് ഇത്. ഇത് കുടിക്കാൻ പറ്റില്ല, മേത്തടിക്കാനേ പറ്റുള്ളൂ. എന്നാ പറ്റിക്കല്ലേ എനിക്കറിയാം. അവൾ സിദ്ധുവോടെ സിദ്ധു അകത്ത്. അവന്റെ അടുത്ത് ചോദിക്കാം. അവന്റെ അടുത്ത് ചോദിക്കാം. ബാ, എനിക്ക് അങ്ങനെ എന്നെ പറ്റിക്കാനുള്ള പരിപാടി. ഒരു 2 സെക്കൻഡ് ഞാൻ വൈകുന്നെങ്കിൽ വെള്ളം ഒഴിച്ച് അടിച്ചേനെ അല്ലേ? സംശയം തരേന്. എങ്ങോട്ടോട്? അത് ഞാൻ ചോദിക്കാം. എന്നിട്ടാണ് പോണ വഴിക്ക് അടിക്കാൻ. ഇത് ഞാൻ കൈ പിടിച്ചോളാം. അപ്പൊ നടക്ക്, ഞാൻ പെട്ടി എടുത്തോണ്ട് വരാം. അത് ഞാൻ എടുക്കാം. നീ വന്നിട്ടേ ഞാൻ പോണുള്ളൂ. കണ്ണ് കുപ്പിയിലാണല്ലേ? അപ്പൊ ആരോട് വെച്ചിട്ടാ പെട്ടി എടുത്തോണ്ട് വന്നേ? നീ ഫോണിൽ പറഞ്ഞതേ ഞാൻ കേട്ട്. നീ ആക്കെടുത്ത് കൊടുക്കാൻ പോണത് സിദ്ധുവിന്റെ കൂട്ടുകാരന് കൊടുക്കാൻ പോണ്. വാ, അത് ഞാൻ എടുത്തോളാം. വേണ്ട. ശരി, വാ നടക്ക്.
ശരിയാക്കി തരാം വാ. അമ്മമ്മ, സിദ്ധുവേ, ഓ പെട്ടി കട്ടവനെ കിട്ടി. ദേ നിക്കുന്ന ആള്. എനിക്ക് തരാന്ന് പറഞ്ഞ സാധനം മാത്രമേ ഞാൻ എടുത്തോളൂ. ഞാൻ ചെല്ലാൻ ഇത്തിരി ലേറ്റ് ആവുമായിരുന്നെങ്കിലേ അപ്പൂപ്പൻ ഈ പെർഫ്യൂം വെള്ളം ഒഴിച്ച് അടിച്ചേനെ. സ്പ്രേയോ? എന്തോന്നാ ശങ്കര ഇത്? ഇവനാണ് പറഞ്ഞത് എനിക്ക് കുപ്പി തരാന്ന്. ഞാൻ ഇപ്പൊ പറഞ്ഞു. എപ്പോ പറഞ്ഞ? ഞാൻ പോയിട്ട് വരച്ച് വന്നിട്ട് തരാന്ന് പറഞ്ഞില്ലേ? അയ്യോ അപ്പൂപ്പ, ഞാൻ അങ്ങനെ പറഞ്ഞതല്ല. ഓഹോ, അപ്പൊ നീ പറഞ്ഞു പറ്റിക്കായിരുന്നല്ലേ മോളെ? ഇവനെ വിശ്വസിക്കരുത്, ഇവൻ നിന്നെ പറഞ്ഞു പറ്റിക്കും. ആ അത് ശരിയാ അപ്പൂപ്പ. ഇന്ന് വരാം, നാളെ വരാം, മറ്റന്നാ വരാന്നൊക്കെ പറഞ്ഞേ 4 കൊല്ലമാണ് എന്നെ പറ്റിച്ചത്. ലച്ചൂസേ, അപ്പൂപ്പ അപ്പൂപ്പന് ഉദ്ദേശിച്ചതല്ല ഞാൻ തരാന്ന് പറഞ്ഞത്. എന്നാലും പെട്ടിയൊക്കെ എടുത്തോണ്ട് പോവാന്ന് പറഞ്ഞ അപ്പൂപ്പ ഇതിനകത്ത് മിഠായി ഉണ്ടായിരുന്നാ? ഞാൻ ഒന്നും കണ്ടില്ല. സിദ്ധേ, നിന്റെ സാധനങ്ങളെല്ലാം പെട്ടിക്കകത്തുണ്ട്. എന്നാലും എന്റെ അപ്പൂപ്പ, എന്റെ പാസ്പോർട്ട് വരെ ഇതിനകത്തായിരുന്നു ഉണ്ടായിരുന്നേ. ഓ, അപ്പൊ ഞാൻ വന്നത് വെറുതെയായി. അപ്പൊ നീ കുപ്പി മേടിക്കാനാ വന്നേ? ആ, എടി ദുബായിന്നൊക്കെ പോണവരെ വരുമ്പോ കുപ്പിയും കൊണ്ടല്ലേ പറഞ്ഞത്. എന്നാ ഇവിടെ കുപ്പി ഇല്ല. ഓ, അപ്പൂപ്പ എന്നുള്ളൊരു പേര് മാത്രമേ ഉള്ളൂ, ഒരു വിലയും ഇല്ല. എന്തോന്നാ അപ്പൂപ്പ ഇങ്ങനെയൊക്കെ പറയുന്നേ? നീ മുണ്ടരുത്, ഞാൻ പോണം. என்ன சங்கரமாமா அது போவாதீங்க. നിനക്ക് മാത്രമേ എൻ്റെ അടുത്ത് സ്നേഹമുള്ളൂ. എന്നാ ഇത് പിടി പിടി, ഞാൻ പോണം. അപ്പൂപ്പ പോവല്ലേ? ഒരു ദുബായിക്കാരൻ വന്നിരിക്കുന്നു. എന്തെല്ലാം സ്വപ്നം കണ്ടോന്നറിയാൻ ഞാൻ വന്നത്. നീ എന്നെ ചതിച്ചടാ ഭഗവാനെ. നമുക്ക് എൻ്റെ കഷ്ടകാലത്തിന് കയറി വന്നു. അല്ലെങ്കിൽ ഒരു കുപ്പി ഗൾഫിൽ നിന്ന് വന്നതല്ലേ. ആരിവിടെ പറയാൻ? ഇവിടെ വന്നപ്പോഴേ എനിക്ക് തോന്നി നടക്കാത്ത കേസ്. ഇവൻ ഗൾഫിലിരുന്നെന്ന് പറഞ്ഞത്, ഇവൻ ഗൾഫിലിരുന്നു പോയിട്ട് അപ്പൂപ്പോ പോടാ. അപ്പൂപ്പ എന്താ പോവാൻ കാശുണ്ടോ? പോവാൻ കാശുണ്ടോന്ന്? മണ്ണഞ്ച് പോവാനും അറിയാം. അപ്പൂപ്പ, ഞാൻ കൊണ്ടുവിടാം. ഓ, കൊച്ചു പിള്ളേല്ലേ കൊണ്ടുവിടാൻ. എന്തോന്നാ അപ്പൂപ്പ, പോവല്ലേ? ദേ, സിദ്ധുനെന്തോ പറയാണ്ടെന്ന്. നിനക്ക് എന്തൊരു എനിക്കൊന്നും കേക്കണ്ട. അപ്പൂപ്പ, ആ, ഇത് അപ്പൂപ്പന് സ്പെഷ്യൽ. എന്തൊരു കുപ്പിയാടാ, കുപ്പിയാടാ. കുപ്പിയൊന്നും അല്ല, പിന്നെ നോക്ക്. മേടിക്ക്. മണക്കണൊക്കെ എനിക്കെന്ത് കുപ്പിയില്ലേ? കുപ്പിയില്ല. എന്തൊരു മുക്കിലിക്കണടാ. ഞാൻ പോണ്. അപ്പൂപ്പ, പാടേ. അപ്പൂപ്പ, അങ്ങനെ അങ്ങ് പോയ എങ്ങനെയാന്നേ? നമുക്കേ 2-3 ദിവസം ഇവിടെയൊക്കെ നിന്ന് അടിച്ച് പൊളിച്ചിട്ട് തിരിച്ചു പോവാം. നീ പറ്റിക്കും പോണം. നീ പറ്റിക്കും. ഞാൻ പറ്റിക്കത്തില്ലെന്ന്. സാധനം നമുക്ക് സെറ്റ് ചെയ്യാന്ന്. സെറ്റ് ചെയ്യൂ. വാടാ, നീ പറ്റിക്കും. ഞാൻ പോണ്. അപ്പൂപ്പ, ഇനി ഇവിടെ കിടന്ന് കൂടുതൽ ഗമ കാണിച്ച ഇവിടെ നിക്കാൻ ഞങ്ങൾ നിർബന്ധിക്കൂല കേട്ടോ. എന്നാ പിന്നെ അപ്പൂപ്പ പോക്കോ, കുഴപ്പമില്ല. അവക്കോ അല്ല, അവിടെ പോയിട്ടും വലിയ പ്രയോജനമൊന്നുമില്ല. ഇങ്ങോട്ട് പോയിട്ട് പ്രയോജനം ഉണ്ടോ? അത് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാ പ്രയോജനപ്പെടുത്താന്ന്. ശരി, 2 ദിവസം നിന്നിട്ട് പോവാൻ അടിച്ചു പൊളിച്ചിട്ടൊക്കെ പോ. ശരി, പറ്റിക്കല്ലേ? നീ പറ്റിക്കില്ലല്ലേ? ഞാൻ ചോദിച്ചിട്ട് നീ ദുബായി തന്നെ ആയി. എന്താ അപ്പൊ അപ്പനൊരു സംശയം? അല്ലേ, ഒന്നും കാര്യങ്ങൾ നടക്കുന്നില്ല. പറ്റിച്ചോ നീ? തന്നെ ഇങ്ങോട്ട് പറ്റിച്ചോ നീ? ആർക്കറിയാം. ഇതാക്കോ